ശബരിമലയിലെ പുതിയ കുളത്തിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. 2 ആഴ്ചത്തേക്കാണ് ഇടക്കാല സ്റ്റേ ഉത്തരവ്. ശബരിമലയിലെ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡും പ്രസിഡന്റും ചേർന്ന് അങ്ങ് തീരുമാനമെടുത്താൽ പോരെന്നും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ശബരിമലയിലെ പുതിയ കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ദേവസ്വം ബോർഡ് ആരംഭിച്ചത് ഉന്നതാധികാര സമിതിയെ അറിയിക്കാതെയാണെന്ന് വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല സ്റ്റേ ഉത്തരവിറക്കിയത്. പുതിയ കുളത്തിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 2 ആഴ്ചത്തേക്കാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വിലക്ക്. സ്വമേധയായെടുത്ത കേസിലാണ് ഹൈക്കോടതി നടപടി. ശബരിമലയിലെ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡും പ്രസിഡന്റും ചേർന്നങ്ങ് തീരുമാനമെടുത്താൽ പോരാ, കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നതാധികാര സമിതിയെ അറിയിച്ചിട്ടില്ല, അത് ശരിയായ പ്രവണതയല്ല തുടങ്ങി രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. യഥാർത്ഥ ഭസ്മക്കുളം മറ്റൊരിടത്തല്ലേ എന്ന് ചോദിച്ച കോടതി ആ സ്ഥലത്തെ നിലവിലെ അവസ്ഥ എന്തെന്നും ആരാഞ്ഞിട്ടുണ്ട്. ദിനംപ്രതി നിരവധി ഭക്തർ വരുന്നിടമാണ് ശബരിമല. പോലീസ് സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല ഉന്നതാധികാര സമിതി എന്നിവരുമായി കൂടിയാലോചന നടത്തി വേണം എന്തിലും തീരുമാനമെടുക്കാനെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. എന്നാൽ കുളം നിർമ്മിക്കുന്ന കാര്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നുവെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബോർഡ് സാവകാശം തേടി. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് കോടതി വീണ്ടും പരിഗണിക്കും. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത് പുതിയ കുളത്തിനായി തറക്കല്ലിടൽ നടത്തിയത്. ജനം, കൊച്ചി.